ഒരു പെന്റക്കോസ്റ്റൽ ഫെല്ലോഷിപ്പ് അറ്റൻഡ് ചെയ്യാന്നുള്ളത് ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഞാനൊരു കാത്തലിക് ആണ്. ആൻഡ് ഐ ആം സോറി ടു സേ ദിസ്. ഈ പെന്തക്കോസ്തക്കാരെ പറ്റിയിട്ട് വല്ലാത്തൊരു പ്രിജുഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ടായിരുന്നു. അവരുടെ സൺഡേ സർവീസിനെ പറ്റിയുള്ള ക്യൂരിയോസിറ്റി മാറ്റാനായിട്ട് ടൊറന്റോയില് നോർത്ത് യോർക്കിലുള്ള കേരള ക്രിസ്ത്യൻ അസംബ്ലി എന്ന് പറയുന്ന ഫെല്ലോഷിപ്പിലേക്ക് പോവാനുള്ള അവസരം ഇന്ന് എനിക്ക് ലഭിച്ചു. 2 കൺസേൺസ് ഉണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്നെ അകത്തേക്ക് കടത്തുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഈ 2 തെറ്റിദ്ധാരണകളും എൻട്രൻസിൽ നിന്ന് വോളണ്ടിയേഴ്സ് മാറ്റി തന്നു. എല്ലാ സൺഡേയും രാവിലെ 10 മണിക്ക് നടക്കുന്നത് ഒരു ഓപ്പൺ വർഷിപ്പ് ആണ് ആൻഡ് എവ്രി വൺ ഇസ് വെൽക്കം. 2, അവിടെ കണ്ട മനുഷ്യന്മാരെല്ലാം വളരെ നോർമൽ ഡ്രസ്സിംഗ് ആയിരുന്നു. യു ഡോണ്ട് റിയലി നീഡ് എ വൈറ്റ് ആൻഡ് വൈറ്റ് ഓർ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. വൺ തിങ് ഐ നോട്ടിസ്ഡ് ഇസ് അവിടെ ഉണ്ടായിരുന്ന ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളുടെ കയ്യിലും ഇതുപോലൊരു സത്യവേദ പുസ്തകം ഉണ്ടായിരുന്നു. പാട്ടുകളോട് കൂടി സർവീസ് ആരംഭിച്ചു ആൻഡ് നാട്ടിലത്തൊക്കെ പോലെ തന്നെ കൈയൊക്കെ കൊട്ടിയിട്ട് പാട്ട് പാടുന്ന ഒരു വർഷിപ്പ് രീതി തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ സ്തുതി പാടിയിടും ഞാൻ എന്ന് പറയുന്ന പാട്ടാണ് അവർ ആദ്യം പാടിയത്. ഞാനും കൈയൊക്കെ കൊട്ടി ആ വർഷിപ്പിനോട് അസിമുലേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇവരുടെ പാട്ടുകളുടെ ലിറിക്സിലുള്ള മീനിങ്ങും അത് തരുന്ന ഹോപ്പുമാണ്. എസ്പെഷ്യലി ഈ ഒരു പാട്ട്, എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ. ഐ ഡോണ്ട് നോ, അത് വായിച്ചപ്പോൾ തന്നെ എന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരാൻ തുടങ്ങി. ഒരു ബ്രദറിന്റെ ഇംഗ്ലീഷിലുള്ള ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഡെലിവറിക്ക് ശേഷം ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു കൊയർ സ്റ്റേജിലേക്ക് കയറി. അതിൽ എന്റെ ഫേവറേറ്റ് ആ ഡ്രം കേജിൽ ഇരുന്ന് ഡ്രംസ് വായിക്കുന്ന ചേട്ടന്റെ പെർഫോമൻസ് ആണ്. ചില പാട്ടുകളുടെ ഇടയിൽ അങ്ങേരുടെ ഫില്ലിങ് വേറെ ലെവലായിരുന്നു. അതിനുശേഷം അവിടുത്തെ പാസ്റ്ററിന്റെ ഒരു മെസ്സേജ് ഡെലിവറി ഉണ്ടായിരുന്നു, വിച്ച് വാസ് ഫോളോഡ് ബൈ കമ്മ്യൂണിയൻ ഗിവിംഗ്. പക്ഷേ കമ്മ്യൂണിയന് കൊടുക്കുന്ന ബ്രെഡ് ആൻഡ് വൈൻ റിസീവ് ചെയ്യാനായിട്ട് നമുക്ക് ബോൺ അഗെയിൻ ബാപ്റ്റിസം ആവശ്യമുണ്ട്. സോ ഐ റെസ്പെക്റ്റഡ് ദാറ്റ് ആൻഡ് റിസ്ട്രെയിൻ മൈ സെൽഫ് ഫ്രം റിസീവിംഗ് ഇറ്റ്. പിന്നെ വൈകാതെ തന്നെ സർവീസ് കൺക്ലൂഡ് ചെയ്തു. മൊത്തം ഒരു 2.5 മണിക്കൂറായിരുന്നു സർവീസിന്റെ ഡ്യൂറേഷൻ. അത് കഴിഞ്ഞ് ഒരുവിധം പേരും അവിടെ ഇവിടെയൊക്കെ നിന്ന് പരിചയങ്ങളൊക്കെ പുതുക്കുന്നുണ്ടായിരുന്നു. ഇവൻ എന്നെ പരിചയപ്പെടാനും കുറച്ച് പേര് വന്നു. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കുറച്ച് സഹോദരി സഹോദരന്മാരെ നേരിട്ട് കാണാനൊക്കെ പറ്റി. അതിൽ ചിലർ അവരുടെ വീടുകളിലേക്ക് ലഞ്ചിന് പോലെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ തിങ്സ്, ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്. പുതിയ ആളുകളായിട്ട് സംസാരിക്കാൻ ഇപ്പോഴും ഷൈ ആയിട്ടുള്ള ഒരാളാണ്. സോ അധികം വൈകാതെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഇറ്റ് വാസ് എ ഫൺ ഡേ. ഒരുപാട് സ്നേഹമുള്ള മനുഷ്യന്മാരുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പെന്തക്കോസ്ത് സഭ എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി.